ദുഃഖാഴ്ച തുടങ്ങാൻ പോകുന്ന ദിവസങ്ങളാണിത്. എൻ്റെ ഓർമ്മകൾ ചെറുപ്പകാലത്തേക്ക് പോവുകയാണ്. എനിക്കിപ്പോൾ 79 വയസ്സാകാൻ പോകുന്നു മെയ് 10-ന്. എൻ്റെ ഓർമ്മയിലൂടെ കടന്നു പോകുന്ന ഈ ദുഃഖാഴ്ചകൾ ഒരു പുതിയ അനുഭവമാണ് എനിക്ക് നൽകുന്നത്. വിഭൂതി ബുധനാഴ്ചയോടുകൂടിയാണ് വലിയ നോൻപിൻ്റെ ദിവസങ്ങൾ ആരംഭിക്കുന്നത്. അന്ന് പള്ളിയിൽ പോയി കുർബാന കണ്ടതിന് ശേഷം കുരുത്തോല കത്തിച്ച് ചാരം വൈദികർ ഞങ്ങളുടെ നെറ്റിയിൽ വരച്ചു തരും. സ്കൂളും ഒക്കെ ഉള്ള സന്ദർഭങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് വീട്ടിൽ പോയി കുരുത്തോല പെരുന്നാളിന് ശേഖരിച്ചിട്ടുള്ള കുരുത്തോല അത് ഉണങ്ങിയിരിക്കും. അത് കത്തിച്ച് ചാരമാക്കി വെളിച്ചെണ്ണയിൽ ചാലിച്ച് ഈർക്കിലുകൊണ്ട് തന്നെ നെറ്റിയിൽ അതിമനോഹരങ്ങളായ കുരിശ് വരച്ചു വയ്ക്കും. അത് പലപ്പോഴും ഒരു മത്സരം പോലെയാണ്. സ്കൂളിൽ ചെല്ലുമ്പോൾ ഓരോ കുട്ടിയുടെയും നെറ്റിയിൽ പല രൂപത്തിലുള്ള മനോഹരങ്ങളായ കുരിശ് കാണാൻ കഴിയും. അത് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ത്യാഗത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ദിനങ്ങളിലേക്കുള്ള ഒരു തുടക്കമാണ്. ഇതോടുകൂടി പ്രാർത്ഥനയുടെ ദിനങ്ങൾ ആരംഭിക്കുകയാണ്. എല്ലാ വീടുകളിലും അതുപോലെ പള്ളികളിലും കുരിശിൻ്റെ വഴി നടത്തുന്നത് ഈ സന്ദർഭത്തിലാണ്. പിന്നീട് വരുന്ന എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നൊരു ദിവസം കോഴിക്കോട്ടെ ശനിയാഴ്ചയാണ്. പൊടിയരി ചൂടുവെള്ളമൊഴിച്ച് അത് കുഴച്ച് ഒരു പേരക്കയുടെ രൂപം പോലെയാക്കി അതിനകത്ത് ശർക്കരയും പീരയും ഏലക്കാപ്പൊടിയും ഇട്ട് ചീനച്ചട്ടിയിൽ വരട്ടിയെടുക്കുന്ന ശർക്കര, പീര, അതുപോലെ തന്നെ ഏലക്കാപ്പൊടി അതൊരു ഉണ്ടയുടെ രൂപത്തിലാക്കി അരിയുടെ ഉണ്ടയ്ക്കകത്ത് ഒരു ദ്വാരം പോലെ വെച്ച് അതാണ് പിന്നീട് ആവിയിൽ പുഴുകിയെടുക്കുന്നത്. നല്ല മധുരമുള്ള ഒരു പലഹാരം കൂടിയാണിത്. ഈ ദിവസങ്ങളിൽ വീടുകളിൽ കാർന്നന്മാരാണ് ഈ ഉണ്ട ഞങ്ങൾക്ക് കുട്ടികൾക്ക് നൽകുന്നത്. അതും ബൈബിൾ കഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. ഈ ശനിയാഴ്ച കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് കുരിശിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദിവസങ്ങളാണ്. യേശുവിനെ വാവാ യേശുനാഥ എന്ന് വിളിച്ച് മരക്കൊമ്പുകളുടെ കുടുക്കി കഴുതപ്പുറത്ത് ജെറൂസലേം ദേവാലയത്തിൽ കൊണ്ടുപോകുന്നതിൻ്റെ സ്മരണ ഈ ദിവസങ്ങളിലാണ് നടക്കുന്നത്, ആ ഞായറാഴ്ചയിൽ. അപ്പം അതിനു മുമ്പാണ് ഈ കൊഴുക്കോട്ട ശനിയാഴ്ച വരുന്നത്. അപ്പോൾ കൊഴുക്കോട്ട ശനിയാഴ്ച നമുക്ക് കൊഴുക്കോട്ട അരി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഉണ്ടയാണ്. അതിനകത്താണ് മധുരമുള്ള ശർക്കരയും പീരയും ഏലക്കാപ്പൊടിയും ഇട്ട് വരട്ടി വെച്ചിരിക്കുന്നത്. അപ്പം അത് പൊളിച്ച് ആ മധുരത്തോടുകൂടി കഴിക്കുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് നാം പോകുന്നു എന്നാണ് ക്രൈസ്തവ വിശ്വാസം. മറ്റൊന്ന് ബൈബിളിനെ കോട്ട് ചെയ്തുകൊണ്ടാണ്. മരിച്ച ലാസറെ യേശു ക്രിസ്തു ലാസറിൻ്റെ സഹോദരിയുടെ കരച്ചിൽ കേട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ലാസറും യേശുവും ലാസറിൻ്റെ സഹോദരിയുടെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ ലാസറിൻ്റെ സഹോദരി യേശുവിനെ പാദങ്ങൾ കഴുകുകയും സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് കഴുകുകയും തുടക്കുകയും തലമുടി കൊണ്ട് തുടക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ യേശു ലാസറിൻ്റെ സഹോദരിയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വരാൻ പോകുന്ന ദുഃഖ ആഴ്ചകളുടെ മുമ്പായി ഈ ശനിയാഴ്ച, കോഴിക്കോട്ട് ശനിയാഴ്ച ഞങ്ങൾ ക്രൈസ്തവ കുടുംബങ്ങളിൽ പ്രായം ചെന്നവരുടെ സാന്നിധ്യത്തിൽ, കാർന്നന്മാരുടെ സാന്നിധ്യത്തിൽ ഈ കോഴിക്കോട്ട് കഴിക്കുന്നത്. പിറ്റേ ദിവസമാണ് നാം തെങ്ങിൻ കുരുത്തോലകളുമായി പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ച് കിട്ടുന്ന കുരുത്തോല പെരുന്നാളുമായി പള്ളിക്ക് ചുറ്റും വാവാ യേശുനാഥ എന്നൊക്കെ പാടി പള്ളിക്ക് ചുറ്റും നടക്കുന്നത്. ഈ കുരിശോലയാണ് വീട്ടിൽ കൊണ്ടുപോയി രൂപത്തിന് മുമ്പിൽ വെക്കുന്നത്. ആ കുരിശോല തന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പല രൂപത്തിലുള്ള കുരിശുകൾ, ഓലയുടെ തന്നെ പല രൂപങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കിയാണ് വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നത്. ഈ ഓല തന്നെയാണ് ഈ വിഭൂതി ബുധനാഴ്ച കത്തിച്ച് ചാരമായി നെറ്റിയിൽ കുരിശു വരക്കുന്നത്. അപ്പോൾ ഈ ദിവസത്തിന് അല്ലെങ്കിൽ കുരുത്തോല ദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. തങ്ങളുടെ രാജാവായി യേശുവിനെ എങ്ങനെ യൂദായിലെ ജനങ്ങൾ സ്വീകരിച്ചു, അതുപോലെ കുമ്പളങ്ങിയിലെ ഞങ്ങൾ ക്രൈസ്തവ വിശ്വാസികളെല്ലാവരും പള്ളിയിൽ കുരുത്തോല പുരോഹിതൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കുരുത്തോലമായി പള്ളിക്ക് ചുറ്റും ജാഥയായി പെരുന്നാൾ പോലെ നടക്കും. ഇത് കഴിഞ്ഞിട്ടാണ്
നാം ദുഃഖ ആഴ്ചകളിലേക്ക് പോകുന്നത്. ദുഃഖബുധൻ, വ്യാഴം, വെള്ളി ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ബുധനാഴ്ച എല്ലാവരും പോയി കുമ്പസാരിക്കും. ബുധനും വ്യാഴവും കുമ്പസാരമുണ്ട്. കുമ്പളങ്ങിയിൽ നിന്നും പുറത്തു പോയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് മരപ്പണിക്കാരും കൽപ്പണിക്കാരും, അവരൊക്കെ അന്ന് തങ്ങളുടെ തറവാട്ട് വീടുകളിലേക്ക് തിരിച്ചു വരും. മരപ്പണിക്കാരാണെങ്കിൽ മരമണി കൂടി അവരെ ഉണ്ടാക്കിക്കൊണ്ടുണ്ട് കാണും. അങ്ങനെ ചൊവ്വാഴ്ച വൈകുന്നേരം എത്തി ബുധനാഴ്ച പള്ളിയിൽ പോയി കുമ്പസാരിച്ച് അവിടെ നടക്കുന്ന കുരിശിൻ്റെ വഴിയിലൊക്കെ പങ്കെടുത്ത് വ്യാഴാഴ്ചയാണ് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ യേശു കുരിശിലേറുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം കുമ്പളങ്ങിയിലെ വീടുകളിൽ മുറ്റമടിക്കില്ല. അതൊരു മരിച്ച വീട് പോലെയാണ്. ഉച്ചത്തിൽ സംസാരിക്കില്ല. പുതിയ ഭക്ഷണമൊന്നും പാകം ചെയ്യില്ല. ആ ദുഃഖബുധനാഴ്ചയുടെ മുമ്പ് തന്നെ അത്യാവശ്യം വേണ്ട കറികളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കും. അവിടെയാണ് ഉള്ളിച്ചമ്മന്തി, മറ്റ് കറികൾ ഇതെല്ലാം ഉണ്ടാക്കി വയ്ക്കുന്നത് ആ ദിവസങ്ങളിലാണ്. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് പള്ളിയിൽ പോയി അച്ഛൻ്റെ പ്രാർത്ഥനകളിൽ പങ്കുചേരും. കുരിശുരൂപം ഒരു ചുവന്ന തുണി കൊണ്ട് മൂടി വെച്ചിരിക്കും. അതിലോരോന്നായി പുരോഹിതൻ അഴിച്ചു മാറ്റും. കൈ അഴിച്ചു മാറ്റുമ്പോൾ പറയും, ഇവിടെയാണ് യേശുവിൻ്റെ കൈ ആണി അടിച്ച് തറച്ചത്. നമുക്ക് വേണ്ടിയാണ് യേശു ഈ വേദന അനുഭവിച്ചത്. പിന്നെ ഇടത് കൈ അതുപോലെ തന്നെ ആ തുണി മാറ്റുമ്പോൾ പറയും, ഈ ഇടത് കൈയിലാണ് നമുക്ക് വേണ്ടി ആണി അടിച്ചത്. ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ, ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും തുണി മാറ്റി യേശുവിൻ്റെ ആ വേദനകൾ, ദുഃഖാഴ്ചയിലെ വേദനകൾ നമ്മുടെ വേദനകളായി മാറുകയാണ്. ഇത് കഴിഞ്ഞാൽ ഈ രൂപം മുത്തലുണ്ട്, നേർച്ചയിടും. ആ സന്ദർഭത്തിൽ ഉപ്പോ അല്ലെങ്കിൽ കുരുമുളകോ കൊടുക്കും. ഇത് കഴിഞ്ഞിട്ടാണ് പ്രദക്ഷിണം. അത് യേശുവിൻ്റെ പൂർണ്ണ രൂപമുണ്ട്. ഒരാൾ മരിച്ചാൽ എങ്ങനെയാണ് ശവപ്പെട്ടിയിൽ കിടത്തുന്നത്, അതുപോലെ യേശുവിൻ്റെ വലിയ രൂപം, ഒത്ത ആൾ വലിപ്പമുള്ള രൂപം ശവപ്പെട്ടിയിലാക്കി അത് മുല്ലപ്പൂവൽ കൊണ്ട് അലങ്കരിച്ച് പേരക്കയും ചാമ്പക്കയും ഒക്കെ കെട്ടിത്തൂക്കി മരമണി അടിച്ച് പള്ളിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിലാണെങ്കിൽ ഇല്ലിക്കൽ ക്ഷേത്ര ജംഗ്ഷൻ വരെയും തെക്ക് ഹോസ്പിറ്റൽ കവല വരെയും പോയി തിരിച്ചു വരും. ആ ദിവസങ്ങളിൽ പള്ളിമണി അടിക്കാറില്ല. അതിനു പകരം ജനങ്ങളെ സമയമറിയിക്കുന്നത് കതിരാവടി വെച്ചിട്ടാണ്. സാധാരണ പള്ളിമണി 1, 2, 3 ഇങ്ങനെ അടിച്ചിട്ടാണ് ജനങ്ങളെ അറിയിക്കുക. ഇത് ഒരു കതിരാവടി, പിന്നെ 2 കതിരാവടി, പിന്നെ 3 കതിരാവടി. അപ്പം 3 കൂട്ടി അറിയിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ രൂപവുമായി, യേശുവിൻ്റെ രൂപവുമായി ഇറങ്ങുമ്പോൾ എല്ലാവരും മരമണി അടിക്കും. അതിനു വേണ്ടി മരമണി ഉണ്ടാക്കിയാണ് പലരും ഇവിടെ എത്തുന്നത്. അതുപോലെ തന്നെ ഈ പള്ളിയിലേക്ക് രൂപം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ മുട്ടിലെറിഞ്ഞ് ചെന്ന് രൂപം മുത്തും. ചിലർ സെമിത്തേരിയുടെ അടുത്ത് നിന്നും നിലത്ത് കിടന്ന് ഉരുണ്ട് നിറച്ച എന്നാണ് പറയുന്നത്. ഉരുണ്ട് പള്ളി വരെ എത്തി ഏകദേശം 1/2 കിലോമീറ്റർ കാണും. പള്ളിയുടെ മുമ്പിൽ വന്ന് രൂപത്തിൽ ചെന്ന് തൊട്ടുമുത്തി നേർച്ചയിട്ട് ഉപ്പോ അല്ലെങ്കിൽ ഈ കുരുമുളകോ അല്ലെങ്കിൽ ഈ രൂപത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന ചാമ്പക്കയോ മങ്ങയോ ഒക്കെ എടുത്ത് അതൊരു നേർച്ചയായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇത് ദുഃഖത്തിൻ്റെ ദിവസങ്ങളാണ്, വേദനയുടെ ദിവസങ്ങളാണ്. യേശു ആർക്ക് വേണ്ടിയാണ് ക്രൂശിലേറിയത് എന്ന് വൈദികർ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ ആ ദിവസങ്ങളൊക്കെ പ്രസംഗിക്കും. വെള്ളിയാഴ്ച കഴിഞ്ഞു, രൂപമടക്കും. രാത്രി 12 മണിയാകുമ്പോൾ രൂപമടക്കും. അത് പള്ളിയിൽ തന്നെ ഒരു സ്ഥലത്ത് മാറ്റി വെക്കും. രൂപമടക്കുക എന്നാണ് പറയാം. പിന്നെ ശനിയാഴ്ചയും ദുഃഖ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാത്രിയാകുമ്പോൾ എല്ലാവരും പള്ളിയിൽ വരും. അന്നാണ് ഉയർപ്പ് പെരുന്നാൾ. അതിമനോഹരമായിട്ടാണ് ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അൽത്താരയുടെ പുറകിൽ രാത്രി 12 മണിയാകുമ്പോൾ വെടിക്കെട്ടോടുകൂടി ധൂമപടലങ്ങളോടുകൂടി യേശുവിൻ്റെ രൂപം ഉയർത്തെഴുന്നേൽക്കും. അപ്പോഴാണ് മണിയടിക്കുന്നത്, വെടിവെക്കുന്നത്, പടക്കം പൊട്ടിക്കുന്നത്. അതിനുശേഷം ആ രൂപവുമായി പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം നടത്തും. ചെണ്ടവാദ്യമേളങ്ങൾ പലപ്പോഴും കാണും. ഇലക്ട്രിക് ലൈറ്റ് വരുന്നതിന് പെട്രോമാക്സാണ് ഉപയോഗിച്ചിരുന്നത്. പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിലാണ് ഈ പള്ളിക്ക് ചുറ്റുമുള്ള ഈ ഘോഷയാത്ര നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നാൽ
ഒരു 6 മണിയോടുകൂടി തന്നെ അപ്പം ചുട്ടിരിക്കും, ഇറച്ചിക്കറി ഉണ്ടാവും. എല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി അത് രാവിലെ തന്നെ ഈ അപ്പവും കള്ളപ്പമാണ് അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കും, ഇറച്ചിക്കറിയും കഴിക്കും. സൗഹൃദത്തിൻ്റെ ദിവസങ്ങളാണ്. ഏതാണ്ട് 12 മണിയാകുമ്പോൾ എൻ്റെ ഇന്നും ഓർമ്മയുണ്ട്, എൻ്റെ അപ്പൻ്റെ അനിയനുണ്ടായിരുന്നു, റോക്കി കൊച്ചാപ്പൻ, അപ്പൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു. അവരെല്ലാം അവരുടെ വീട്ടിൽ വരും. അമ്മയാണ് അന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്. അന്ന് ഇന്നത്തെ പോലെ ബ്രാൻഡി ഒന്നുമില്ല, കള്ളും ചാരായവുമാണ്. അപ്പോൾ എന്തെങ്കിലും കുടത്തിൽ കള്ള് വാങ്ങിച്ചുകൊണ്ടിരിക്കും, അതെല്ലാവർക്കും കൊടുക്കും. സന്തോഷത്തോടു കൂടി ഒരു പുതിയ ജീവിതത്തിലേക്ക് ആളുകൾ മാറുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസങ്ങൾ ഈ ബുധനാഴ്ച വന്ന് ആരംഭിച്ച് ഏകദേശം 90 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകൾ, അതിൻ്റെ അവസാനം നാം എത്തിച്ചേരുന്നത് ഈ ഉയർപ്പ് ഞായറാഴ്ചയിലാണ്. ഒരു പുതിയ ജീവൻ നമുക്ക് ലഭിക്കുന്നത് ഉയർപ്പ് ഞായറാഴ്ചയോടുകൂടിയാണ്. പലരും പുതിയ വസ്ത്രങ്ങൾ ധരിക്കും. എന്നാൽ എല്ലാ വീട്ടിലും ഭക്ഷണം ഉണ്ടാവും, അതെങ്ങനെയെങ്കിലും എല്ലാവരും എത്തിച്ചു കൊടുക്കും. അന്നൊക്കെ ആ ദിവസങ്ങളിലൊക്കെയാണ് പലപ്പോഴും നാടകങ്ങളൊക്കെ നടത്തുക, ചവിട്ട് നാടകം, കഥാപ്രസംഗം ഒക്കെ ഉള്ളത് ഈ ഉയർപ്പിൻ്റെ ദിവസങ്ങളിലാണ്. അങ്ങനെ കുമ്പളങ്ങിക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ജീവിതം, സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു പുതിയ ജീവിതമാണ് ഈ ദുഃഖാഴ്ചയ്ക്ക് ശേഷം ഉയർപ്പിനോടുകൂടി ഞങ്ങൾ കാണുന്നത്. അന്ന് എന്നെപ്പോലെ കൊച്ചുകുട്ടികളായ ഞങ്ങളുടെ സന്തോഷം പുതിയ വസ്ത്രം കിട്ടും, നല്ല ഭക്ഷണം കിട്ടും, സ്വല്പം പൈസയും എന്തെങ്കിലും പുറത്ത് പോയി ഇച്ചിരി മിഠായി എന്തെങ്കിലും വാങ്ങിക്കാൻ പൈസയും തരും. അങ്ങനെ ഇന്നും ഓർക്കുന്ന ഒരു ദിവസങ്ങളാണ് ഈ ഉയർപ്പിൻ്റെ ദിവസങ്ങൾ, ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ ദിവസങ്ങൾ. അതൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ എവിടെയാണെങ്കിലും ദുഃഖ വെള്ളിയാഴ്ച ദിവസം എൻ്റെ മാതൃദേവാലയമായ കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിൽ കബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഞാൻ എത്തും. കബറടക്കം ഞങ്ങൾ കുമ്പളങ്ങിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട്ടിൽ ആരെങ്കിലും മരിക്കുന്ന പോലെ ഒരു കാഴ്ചപ്പാട്, ഒരു ചിന്തയാണ് ഞങ്ങൾക്കുള്ളത്. അത് ദുഃഖത്തോടു കൂടിയാണ് ദുഃഖ വെള്ളിയാഴ്ച ദിവസം യേശുവിൻ്റെ പൂർണ്ണരൂപം മൊത്താൻ ഞങ്ങൾ ചെല്ലുന്നത്. അതൊരിക്കലും വിസ്മരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ ജീവിത കാലഘട്ടം മുഴുവൻ എൻ്റെ ആഗ്രഹം, എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ്.